viewers, welcome back to Zala Learning. It's me, Sri Bhama SB. ഹായ് മക്കളെ, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നില്ലേ? സോ നിങ്ങൾ എല്ലാവരും കുറേ അധികം ചോദിച്ചു കാണുന്ന, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന സമയത്ത് മിസ്സേ മറന്നു പോകുന്നു, മെമ്മറി ലോസ് ആവുന്നു, എനിക്ക് കാര്യമായിട്ട് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, മിസ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് ഉണ്ടോ എന്നാൽ അല്ലേ? അപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ്, മിസ്സിൻ്റെതായിട്ട് മിസ്സ് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ പഠിച്ചത് മറന്നു പോകാന്നുള്ളത് ഭയങ്കര ഇഷ്യൂ ആണ്. അതുപോലെ എക്സാമിന് ചില സമയത്ത് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങളിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റും ചെയ്യാം. റെഡി? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഒരു സ്റ്റഡി ഷെഡ്യൂൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഷെഡ്യൂളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് മതി. ഇപ്പോൾ ഇത്ര സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഒരു 6 മണിക്ക് എണീറ്റാൽ ഒരു 8 മണി വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ 6 to 8 എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള ടൈം സ്കൂളാണെങ്കിൽ സ്കൂളിൽ നിന്ന് എഴുതി വെക്കുക. കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നിങ്ങൾ ഫ്രഷ് ആവാൻ എടുക്കുന്ന ടൈമ്, അതുപോലെ നിങ്ങൾ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന ടൈമ്, പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടി വി കാണാനോ മൊബൈലിൽ കളിക്കാനോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള ടൈം തുടങ്ങിയിട്ടില്ല. എല്ലാ ടൈമുകളും നിങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കാം. ഇന്ന ടൈമിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ ടൈം ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ലൈനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്സിന് പറ്റുന്നത് ഇപ്പോൾ 8 to 9 ആണെങ്കിൽ മിസ് അവിടെയാണ് സ്റ്റഡി എന്ന് എഴുതി വെക്കുക. സ്റ്റഡി ടൈം. ബാക്കി എല്ലാത്തിനും ടൈം വേണം, നിങ്ങളുടേതായിട്ടുള്ള എല്ലാ ടൈമും വേണം. സോ ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിട്ടയായിട്ട് പോകാനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാനും പറ്റും. ഏറ്റവും നല്ല ടൈം മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് ടൈമിൽ നന്നായിട്ട് പഠിച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മെമ്മറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്. നിങ്ങളുടെ സ്റ്റഡി സ്പേസ് എന്താ പറയുക, ഭയങ്കരമായിട്ട് അവിടെ ഇവിടെ ഓരോ സാധനങ്ങളും ഇതൊക്കെ കിടന്ന് അങ്ങനെ വൃത്തിയില്ലാതെ ഒരു ഹൈജീനിക് അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുമോ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തോന്നില്ല. അപ്പം മിസ്സാണെങ്കിൽ മിസ്സ് നിൽക്കുന്ന ഒരു സ്ഥലം ഭയങ്കര നീറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ മിസ്സ് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. മിസ്സിന് മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും അല്ലേ? സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ അവിടെ ഇവിടെ ഓരോരോ സാധനങ്ങളൊന്നും ഇടാണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളത് സെറ്റാക്കി റെഡി ആക്കി വെക്കാം. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുക, മാക്സിമം നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റഡി ടേബിളൊക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഇപ്പോൾ ബുക്സ് ആണെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് വെക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലാവാനും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും ഈസി ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, ടേക്ക് ബ്രേക്സ്. എപ്പോഴും നമ്മളതിനെ പഠിച്ചുകൊണ്ടിരിക്കണോ? 24 മണിക്കൂറും പഠിക്കണോ? വേണ്ട. നമ്മൾ ആ പഠിക്കുന്ന സമയം അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. സോ അതുകൊണ്ട് കുറച്ച് ബ്രേക്കൊക്കെ നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചില സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ ടി വി കാണാൻ പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വീഡിയോസ് കാണുമെങ്കിൽ വീഡിയോസ് കാണാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ബ്രേക്ക് ടൈമിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊന്ന് മൈൻഡ് സെറ്റാവും. പിന്നെ വീണ്ടും പഠിക്കുക. അപ്പോൾ കുറച്ച് ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, വീണ്ടും നിങ്ങളൊന്ന് എനർജറ്റിക് ആയിട്ട് ബൂസ്റ്റ് ആയിട്ട് നിങ്ങൾ ബാക്കിയിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടമുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ മ്യൂസിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് റെഡിയാക്കാം. അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അവിടെ മക്കളെ. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാമെന്ന് പറയാൻ പറ്റില്ല. റെഡി? ആൻഡ് നെക്സ്റ്റ്, ക്രിയേറ്റീവ് നോട്ട്സ്. നോട്ടുകളാക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വലിയൊരു പാരഗ്രാഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വായിക്കാൻ ചില സമയത്ത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കാര്യം എന്താ, ഇതുപോലെ കുഞ്ഞു നോട്ട്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ മിസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വോളിൽ ഇങ്ങനെ ചെറിയതായിട്ട് നമുക്ക് ഒട്ടിക്കാനൊക്കെ കിട്ടുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സ്റ്റിക്കറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും ഒക്കെ നമ്മൾ എഴുതി വെക്കും. അപ്പോൾ അതിങ്ങനെ വായിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വല്ല പിക്ചറായിട്ടോ അല്ലെങ്കിൽ കോളമായിട്ടോ കുഞ്ഞിതായിട്ടുള്ള പീസ് പേജുകളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് ആക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണ്, കുറച്ച് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
അതുപോലെ മ്യൂസിക് പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ പാട്ട് രൂപത്തിൽ പഠിക്കാൻ പറ്റും. ചിലതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ മിസ്സിനൊക്കെ പണ്ട് കാലത്ത് 4ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു 4th 5th പഠിക്കുന്ന സമയത്തൊക്കെ പാട്ട് രൂപത്തിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. 8th 9th എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു സോങ് പോലെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറൈസ് ചെയ്യാൻ പറ്റും. സോ മെമ്മറിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. എക്സാമിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്ത് എഴുതുകയാണ് വേണ്ടത്. സോ അതുകൊണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു ദിവസം പഠിച്ച കാര്യം എന്തായാലും 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പേജ് ഒന്ന് മറിച്ച് നോക്കുക. അപ്പം മുമ്പ് പഠിച്ചത് ഇതായിരുന്നല്ലോ എന്ന് ചെറിയൊരു ഓർമ്മ വരും. എന്നിട്ട് വീണ്ടും ഒരു 4 ദിവസം കഴിഞ്ഞാൽ ആ പേജുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഓർമ്മ വരും. സോ റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എക്സാം ടൈമിൽ നോക്കിയാൽ മതിയെന്ന്. അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇൻ്റർവെൽ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് ഇങ്ങനെ ജസ്റ്റ് മറിച്ച് നോക്കുക, പഠിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. സോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും അടിച്ചു പൊടിച്ച് തന്നെ മാർക്കും വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. സോ ഈ ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റും, യു ക്യാൻ, യു വിൽ, നിങ്ങളെ കൊണ്ടേ പറ്റും അല്ലേ. നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കാടാ മക്കളെ. അപ്പോൾ ഡു വെൽ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ഡിയേഴ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ മിസ് വരാം. അതുവരേക്കും ബൈ. സീ യു.